എല്ലാവരും ഉറക്ക സ്വലണം. പറയുന്ന ആത്മാവിനെ മനസ്സിൽ താനിച്ച് ഇല കൈക്കൂപ്പി പിടിക്കൽ. കൈക്കൂപ്പി പിടിച്ച് ആത്മാവിനെ ഊരുക്കണം. ആത്മാവിനെ ഊരുക്കണം. ഞാനൊന്ന് പറയണത് കേക്ക്. പരേതാത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി എല്ലാവരും കൈകൂപ്പി പ്രാർത്ഥിക്കാൻ. പുള്ളി മന്ത്രം ചൊല്ലി അതാണ്ട് ഏറ്റവും എല്ലാരാ പറയണത്. हे घर के खो, हे घर के खो, सरसी से, दीवानी से, पूछा करती थी, पूछा करती थी, पूछा करती थी. एक लड़की की दीवानी से, एक लड़की की दीवानी से, एक लड़का को पे मारती थी, एक लड़के को पे मारती थी. नसरा चुका के शर्मा के ജനശതാബ്ദി ട്രെയിനിൽ കയറിയ അവസ്ഥ ഏത് എന്നെ പരിപാടി എനിക്ക് മനസ്സിലാവുള്ളത്. എടാ മോനെ നിന്റെ അമ്മാവന് ഇപ്പൊ എടാ അവന്റെ മോനില്ലാത്ത കാരണമല്ല നിന്റെ കൊണ്ട് ഇത് ചെയ്യില്ല. അവന്റെ മോനോട് പോയി കിടക്കുക നീ എന്നെ കണ്ട് ഈ ഹിന്ദി അറിയിക്കാതെ. എടാ അവൻ കുഞ്ഞുനാളിലെ ജലദോഷം വന്നു കഴിഞ്ഞപ്പോ അവനോട് പുറത്തു പോയി മൂക്കിയിട്ടാ പറഞ്ഞതാ. അവനത് ഇഷ്ടപ്പെട്ടില്ല. അവർ ആ വഴിക്ക് പിണങ്ങി പോയതാ. ഇപ്പൊ 30 വർഷമായി. അവന് മൂക്കിത്താൻ പറഞ്ഞത് പിണങ്ങി പോയി. ഞാനിപ്പോ ഇവിടെ കിടന്ന് ഹിന്ദി പഠിക്കുമല്ലേ. അത് പഠിച്ചോ, ഇത് നല്ലതല്ലേ. എടാ ഈ അവൻ വരാൻ വേണ്ടി കാത്തിരുന്നതാ. ഈ ചിതാഭസ്മം വന്നില്ല. നീയെങ്കിലും ചെയ്ത് പുള്ളിക്കൊരു ശാന്തി കിട്ടട്ടെ. അത് അന്നേ കൊണ്ട് എന്തെങ്കിലും കാണിച്ച് കളഞ്ഞാൽ മതി. പറ. അപ്പൊ ഈ കർമ്മം ചെയ്യാനുള്ള ആള് പോയി കുളിച്ചിട്ട് വരണം. കർമ്മം ചെയ്യണ ആള് പോയി കുളിച്ചിട്ട് വരാം. മോൻ പോയിട്ട് വെള്ളം ഭയങ്കര തണുപ്പാ. ഞാൻ കുളിക്കില്ല. ആ വെയിൽ കുളിക്കാം. എടാ നീ എന്ത് വർത്താനോ പറയണ. വെയിൽ വന്നിട്ട് കുളിക്കാം. അച്ഛൻ ഭയങ്കര തണുപ്പാന്ന് വെള്ളത്തിന്. എടാ നീ ഒന്ന് ഇരുന്ന് ചെയ്യ, എന്നിട്ട് കുളിച്ചിട്ട് വാ. എന്നാലല്ലേ ഈ ചിതാഭസ്മം കൊണ്ടുപോയിട്ട് പുഴയിൽ നിബന്ധനം ചെയ്യാൻ പറ്റുള്ളൂ. അയ്യോ നീ കുളിച്ചിട്ട് കൊണ്ട് വീണ്ടും വെള്ളത്തിൽ ഇറങ്ങണോ? പിന്നെ നീ അത് തലയിൽ വെച്ചിട്ട് 3 പ്രാവശ്യം മുങ്ങിയിട്ട് പുറകിലോട്ട് എറിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ നടന്നു തന്നെ. അച്ഛൻ ഞാൻ ആ പുഴയുടെ അവിടെ പോയിട്ട് ഇങ്ങനെ എടുക്കാൻ പോരാ. നടക്കണ പൊക്കോളം അങ്ങോട്ടോ. നീ എറിഞ്ഞു കൊടുക്കാനായിട്ട് ഇത് അലക്കാൻ കൊടുക്കേണ്ട തുണിയല്ല. ചിതാഭസ്മം അതിനകത്ത് ഇരിക്കണത്. അമ്മാവന് ശാന്തി കിട്ടൂല. ഇങ്ങനെ ജീവിച്ചിരുന്നപ്പോഴും എനിക്ക് സ്വസ്ഥമില്ലായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോ സ്വസ്ഥ ചുമ്മാ പറയല്ലേ. മോനൊന്ന് ചെയ് മോനെ കർമ്മം പ്ലീസ്. ഒന്ന് ചെയ്. എന്റെ അമ്മായി അങ്ങനെ സ്വഭാവം അതായിരുന്നു. അതാ ഒന്ന് പോയി കാണാം. ഈ കർമ്മ ചെയ്യുന്ന ആള് കൂടെ വീടിത്ത് ഉടയാതെ ഇലയിൽ വെക്കണം. കർമ്മ ചെയ്യാനുള്ള ആള് കുറെ എടുത്ത് ഉടയാതെ ഇലയിൽ വെക്കണം. ഇത് ഞാൻ പറയും മലയാളത്തിലൊക്കെ ആണെങ്കിൽ എന്തോരം നല്ല ഈസി ആയിട്ടുള്ള സംഭവം അറിയോ. ഇതിപ്പോ നിനക്ക് കഷ്ടപ്പെട്ട് ഈ എന്തെല്ലാം ചെയ്ത് ചടഞ്ഞു ഉടയാതെ വെക്കുകയും ചെയ്യുന്നു. അതാണ് അപ്പൊ അത് ഉടയാതെ അവിടെ കൊണ്ട് വെക്കാൻ പറഞ്ഞു. അതല്ല, ഈ കുടം ഉടയാതെ അവിടെ എടുത്ത് വെക്കാനാ പറഞ്ഞത്. ഇലയിൽ വെക്കാൻ. അച്ഛൻ ഞാൻ വല്ലതും പറയട്ടെ. ഞാൻ വല്ല മലയാളികളെ കൊണ്ടുവരാനുള്ള ആൾക്കാർ ഈ കുടം എടുത്തിട്ട് അവിടെ എല്ലാരും ഒരു കേക്ക് എല്ലാരും കുടം തൊട്ട് നമസ്കരിക്ക്. കുടം തൊട്ട് നമസ്കരിക്ക്. എന്നാ ചേട്ടാ കുടുത്ത തൊട്ട് നമസ്കരിക്കും. കൂടെ ഞാനും ഹിന്ദി പറഞ്ഞു. എടാ കുടം തൊട്ട് നമസ്കരിക്കാൻ. എല്ലാവരും ഈ കുടം തൊട്ട് നമസ്കരിക്കാൻ. ചേട്ടാ എല്ല എടുത്തിട്ട് ചോറ് കൂടെ എല്ലില്ല. ഇത് മൊത്തം ഞാൻ ശരിക്കും കഴിച്ചത്. എല്ലില്ല. ഇതിനകത്ത് ചാരം മാത്രമേ ഉള്ളൂ. എല്ലില്ല. എടാ തോൽവിച്ചക്ക എല്ലെടുത്ത് ചോറും പുറത്ത് വെക്കാനല്ല. ഈ എള്ളെടുത്തിട്ട് ആ ചോറിന്റെ മേലേക്ക് എടാ ഉണ്ട ഉരുട്ടടാ. ഈ പട്ടീനെ എഴുതി ഉരുണ്ടോ? എന്നാ ചേട്ടാ ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന് മോശം കിട്ടുമില്ല. ആത്മാവിന് മോശം കിട്ടുമില്ലാണ്. എടാ എന്റെ അമ്മാവിന്റെ ആത്മാവിന് മോക്ഷം കിട്ടില്ലെന്നാ കറഞ്ഞു പറയടാ. മോശം കിട്ടുമില്ല. പറഞ്ഞേ മോക്ഷം. ഒരു വടി എടുത്തു. ഒരു വടി എടുത്തു. എന്നെ ചേട്ടാ നിങ്ങള് കരിമാവിന് ആത്മാവിന് മൂസം കിട്ടണ. ആത്മാവിന് മോശമല്ല. നീ പിടിച്ച നീ എന്നെ മലയാളം പഠിപ്പിച്ചിട്ടുള്ളൂ. എഴുതടാ മോശം എഴുതടാ. ഇവിടെ ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ പറ. അവന്
ഞാൻ ഈ എഴുതി വെച്ചേക്കണ മേടിക്ക എഴുതടാ എഴുത് മോശം എഴുതി പഠിക്കാം മോശം എന്നിട്ട് കർമ്മം ചെയ്താൽ മതി. ഒന്നാമത് അമ്മാവന് വേണ്ടി ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. അതറിയാം മോനെ, എന്നാലും ശാന്തി കിട്ടണ്ടേ? എന്നിട്ട് ഞാൻ ഇനി ഇതെല്ലാം ചെയ്തിട്ട് ഈ തണുപ്പത്ത് പോയി വീണ്ടും വെള്ളത്തിൽ പോയി വെള്ളത്തിലൊഴിക്കല്ലേ എന്റെ അച്ഛന്റെ ഉണ്ണി ഏതാ ഈ ഉണ്ണി എന്റെ അച്ഛന്റെ ചിതാഭസ്മം വെള്ളത്തിലൊഴിക്കല്ലേ അമ്മേ ഉണ്ണി ഉണ്ണി അമ്മേ ഡാ, 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 നീ ഇടോ, നീ ഇടോ. അമ്മാവാ അമ്മാവാ ഏതാ മോൻ? നിന്റെ മനസ്സിലായില്ല നീ ആരത്? അമ്മാവാ ശ്രീധരന്റെ മോൻ ഉണ്ണി ഏതുണ്ട്? എന്റെ മോൻ മിണ്ടരുതമ്മേ, ഞാൻ പറയട്ടെ ഉണ്ണി അമ്മേ അല്ല അമ്മാവ എനിക്ക് മനസ്സിലായില്ല. ഞാൻ അന്ന് ഉണ്ണിയായിരുന്നു, അമ്മാവൻ വളർന്ന് വലുതായി, അതുകൊണ്ട് അമ്മാവന് മനസ്സിലാകത്തെ. ഞാൻ വളർന്നു വലുതായി. അതാ പറഞ്ഞേ. ആ മനസ്സിലായി, ശ്രീധരനളിയന്റെ മോൻ. ആ പണ്ട് മൂക്കിയിട്ടാ പറഞ്ഞപ്പോ പണിക്ക് പോയവൻ ആട്ടെ വന്നാക്കള്. എടാ നീ അത് നോക്കല്ലടാ, നീ എഴുതാ. മോശം ആ, ആ. മോശം മിണ്ടണ്ട, നീ പഠിച്ചാൽ മതി. നീ കുത്തുറിയച്ചേ നീ ഇവര് നോക്കിക്കോളും ബാ. ചേട്ടായി ചേട്ടായി അത് ബംഗാളി എനിക്കറിയാം, ഭാഷ അറിയാം, നടക്കട്ടെ, ചടങ്ങ് നടക്കട്ടെ. എന്നാ ഇവൻ ചെയ്തിട്ടെന്നാ. എടാ അത് ചെയ്യട്ടെ, അത് നിന്റെ അച്ഛന്റെ കർമ്മല്ലേ ഇവിടെ നടക്കണം. അതെ അതെ അത് ചെയ്യട്ടെ. അത് ചെയ്യട്ടെ എന്നാലും ഇനിയിപ്പോ എന്നാ ചെയ്യണ്ടേ? പണ്ടാൻ വെക്കണം പണ്ട് ഒരു പണ്ട് എടുത്തുകൊണ്ട് പണയം വെക്കണമെന്നാ പറഞ്ഞേ. എടാ ഉള്ള സ്വർണ്ണം എടുത്തുകൊണ്ടാ. എടാ സ്വർണ്ണപ്പണ്ടം പണയം വെക്കാനല്ല പറഞ്ഞത്, ആ ചോറിനെടുത്ത് പിണ്ടം വെക്കണം. പിണ്ടം. പിണ്ടം വെക്ക്. ചേട്ടാ അവിടെ ഈരക്ക് പുതിയ ഈരക്ക് ആ സൈസ് വാക്ക് പറയണ്ടത്, ആ സൈസ് വാക്ക് പറയണ്ടത്. ഇരിക്കാനാ പറഞ്ഞത്. ഈരക്ക് ചേട്ടാ നീ ആക്ഷൻ കാണിച്ചാൽ മതി, ഞാൻ ചെയ്തോളാം. ഇങ്ങനെ ഈരക്ക് സൈഡാ ഈരക്ക് സൈഡാ ആദ്യം എടുത്ത് ഊരൂടു ഊരൂടു അത് ഉരുള പിടിക്കാ, ഉരുള ഉരുട്ടാ. ഉണ്ടാക്ക് ഉണ്ടാക്കിക്കോ. ചേട്ടാ ഉണ്ടാക്കും ഉണ്ടാക്കും ചേട്ടാ ഞാനും ഉണ്ടാക്കണോ? ഉണ്ടാക്കും ഞാനല്ലേ അമ്മ ഈ ഉരുട്ടണ്ട ശരിക്കും? ഇനിയിപ്പോ നീ വേഷങ്ങൾ മാറിയൊക്കെ വരുമ്പോഴത്തേക്കും സമയം പോകും. ഞാൻ ഇങ്ങനെ ഉരുട്ടിയാ ട്രെയിൻ പോകാനുള്ള ഇനിയിപ്പോ തന്നെ വേണ്ടേ? ചേട്ടാ ഇവിടെ വെക്കൂ ചേട്ടാ. മോനെ അവിടെ വെക്കടാ, സൈഡിൽ വെക്കടാ, അത് വെക്കടാ അവിടെ. അപ്പൊ ഇനി പോയി കർമ്മം ചെയ്യാൻ കുളിക്കാനായിട്ട് പോണം നമ്മള്. പിന്നെ വീട്ടിൽ കുളിക്കാനായിട്ട് പോണം. അല്ല ഈ കാക്കനെ ഈ കുളിയുടെ കേസ് മാറ്റി വെക്കണം കേട്ടോ. കുളിയുടെ കേസ് മാറ്റി വെക്കണം. എന്നിട്ട് ഈ കുളിച്ചിട്ട് ഇനി എന്നാ ചെയ്യണം? നമ്മള് കാക്കേരി പിണ്ടം എടുത്തിട്ട് കാക്കേബിയിലേക്കാണ് കാക്കേബിയിലേക്കാണ് മോനെ പിണ്ടം എടുത്തിട്ട് കാക്കനെ വിളിക്കണം, കൈ കൊട്ടിട്ട് കാക്കനെ വിളിക്കണം. അതാ പറഞ്ഞു, പിണ്ടം എടുത്തിട്ട് അവിടെ വെക്ക. കാക്കേനെ വിളിക്കണം. കൈ കൊട്ടിട്ട് കാക്ക കളിക്കാനല്ല പറഞ്ഞത്, കൈ കൊട്ടിട്ട് കാക്കനെ വിളിക്കാനാ പറഞ്ഞത്. കാക്കനെ വിളിക്കാൻ കാക്കേനെ പേര് എല്ലാം പരിപാടി എല്ലാം വരും. കൈ കാട്ടി വിളിക്കണം. വന്നല്ലോ. എന്തത്? ആര് എവിടെ? അല്ല അതിന്റെ കണ്ണിന് തന്നെ വ്യത്യാസം. കണ്ടോ ഈ സൈഡിലെ കണ്ണ് കണ്ടോ? അത് അടഞ്ഞിരിക്കുന്നത്. അതെന്നാന്നറിയോ, നമ്മള് ചെറുപ്പത്തിൽ ഈ തെറ്റാലിക്ക് അടിച്ചു വിടുകയില്ലായിരുന്നു, അപ്പൊ ഒരു കാക്കയുടെ കണ്ണ് ഇങ്ങനെ പോയി ഓർക്കണ്ടോ? അന്ന് ആ അതാണ് നീ പറയാൻ വന്നേ. ആ ഞാൻ ഓർത്ത് ആ കാക്കയുടെ മോനായിരിക്കും ഈ കാക്ക. അല്ല ഇതേ വേറെ വന്നിട്ട് കേട്ടോ. പറ. അല്ല അതാ ആ കാക്കയ്ക്ക് കുഴപ്പമില്ല. അതിന് കുഴപ്പമില്ല, അത് മതി. ഇതിന്റെ കണ്ണിന്റെ കുഴപ്പമില്ല അല്ലേ? പക്ഷെ വേറെ ചെറിയനെന്തോ ഒരു ഇതുള്ളൂ. പറഞ്ഞു പോയപ്പോ വല്ല മരത്തേലടിച്ചാന്ന് തോന്നണോ, 4 തൂവലും പോയിട്ടുണ്ട് അല്ലേ? ഞാൻ ഈ ഫ്ലൈറ്റ് വന്നപ്പോ തന്നെ എന്റെ വന്ന വണ്ടി ഒന്ന് ചെറുതായിട്ട് അത് ഇത് കാക്കയിലട്ടാ, ഇത് കുയിലത് കുയില്. ഒറ്റ കുയിലിനെ കണ്ടാ പണിയാ. ഈ കുയിലിന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കുയില് നമ്മുടെ അടുത്ത് കൂട്ടുകൂടുമല്ലേ പെട്ടെന്ന്. ഇങ്ങനെ പെട്ടെന്ന് ഇണങ്ങിയല്ലേ എന്നാ പറഞ്ഞ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴേ വീട്ടിൽ വളർത്തുന്ന കുയിലില്ലേ, അത് ഇപ്പോഴും ഉണ്ടോ? പണ്ടത്തെ പോലെ ഉണ്ടോ? പണ്ടത്തെ അതില്ല തോന്നുന്നു. പാട്ടൊക്കെ വന്നേക്കണല്ലേ ഏറ്റവും കിടലം കാക്കാ. വേറെ സൗണ്ട് ഉപ്പനല്ലേ പുള്ളി പോയി. അങ്ങനെ സാധനം ചേട്ടാ കർമ്മം നടത്തിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ പൂരക നടത്തും കർമ്മം നടത്തിക്കൊണ്ടുണ്ടോ? നടത്താം. കാര്യം ചെയ്യാം, ഈ വീണ്ടും എടുത്ത് നമസ്കരിച്ചിട്ട് നമ്മുടെ ദക്ഷിണ തന്നെ പുരിക. ദക്ഷിണ കൊടുക്കുകയാണെങ്കിൽ കർമ്മിക്ക് പോകാതാ പറഞ്ഞത്. ദക്ഷിണ കൊടുക്കുകയാണെങ്കിൽ ആ പൈസ കൊടുത്താൽ പോകോളും.
തെറ്റീന നമുക്കുള്ള പൈസ തന്നു കഴിഞ്ഞാൽ ഇപ്പിന്റെ നമസ്കരിച്ചിട്ട് എല്ലാവരും പോയി കുളിച്ച് ഈ പൈസ സാറേ ഏറ്റങ്ങളെ അതായത് ഇപ്പം ശ്രീധരന്റെ മോൻ അളിയന്റെ മോൻ വന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പോ അവൻ കൊടുക്കട്ടെ. അല്ല ഞാൻ വന്നപ്പോൾ തൊട്ടേ ചോദിക്കണം കേട്ടാ, എൻ്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചെന്ന് ആരും ഇതുവരെ എന്നോട് പറഞ്ഞില്ല. തെണ്ടി അടിച്ച് ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറാനുള്ളതല്ല, അത് അമ്മാവൻ ഇതുവരെ എന്നോട് പറഞ്ഞില്ല. ഞാൻ ചിത ഒഴുക്കേണ്ട കടമ ഞാൻ ചെയ്യേണ്ട ആളായിരുന്നു. പക്ഷെ അച്ഛൻ എങ്ങനെ മരിച്ചു എന്ന് ഇതുവരെ പറഞ്ഞില്ല. എന്റെ അച്ഛൻ മരിച്ചാണ് ചുമ്മാ എന്റെ കുന്തളിപ്പ് കയറിയത്. എന്നെ കുന്തളിപ്പ് മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ വണ്ടി ഇരിക്കുക ബൈക്ക്, ആ അതെടുത്ത് 80 കിലോമീറ്റർ സ്പീഡിൽ പുള്ളി ഒറ്റ പോക്ക്. 80 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ എങ്ങനെയാ മരിക്കുന്നത്? എടാ ബൈക്ക് എടുത്ത് പുള്ളി പെട്രോൾ ഉണ്ടോ നോക്കിന്ന്. പെട്രോൾ ഉണ്ടോ നോക്കുമ്പോൾ എങ്ങനെയാ മരിക്കുന്നത്? എടാ 80 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ ഇങ്ങനെ കുലുക്കി പെട്രോൾ ഉണ്ടോ നോക്കി പാളം തെറ്റി അങ്ങ് പോയി തമിഴ് ലോറി അടിയിലേക്ക് പോയി ചത്തു. അത് ചത്താൻ ഉത്തരവാദി ചേട്ടായില്ലേ? ഞാനെങ്ങനെ ഉത്തരവാദിയാവും? പൈസ കൊടുക്കാതിരിക്കാനുള്ള ഞാൻ അച്ഛനോട് അന്നേ ഞാൻ അന്നേ പറഞ്ഞ ആവശ്യമില്ലാത്ത കേസ് എന്നെ പിടിച്ചേൽപ്പിക്കില്ലെന്ന്. ഇപ്പം പൈസ കൊടുക്കാൻ പറ്റാത്തോണ്ട് അവന് ഒഴിഞ്ഞു പറഞ്ഞാ കാണേ. മോനെ നീ ഇപ്പൊ പൈസ നീ കൊടുക്ക്. ഞങ്ങൾ കൊടുക്കണ്ടല്ല. അമ്മ അച്ഛനാണ് പിടിച്ചേ. അതെ അച്ഛൻ പൈസ കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഇതിപ്പോ ഞാനങ്ങനെ മോൻ വന്ന സ്ഥിതിക്ക് ഞാൻ കൊടുക്കുമ്പോ ശാന്തി കിട്ടൂല, അതാ പ്രശ്നം. അച്ഛൻ പൈസ കൊടുക്കാണ് കൊടുക്കുന്നത്. അല്ല അവൻ കൊടുക്കട്ടെ, അവൻ കൊടുക്കട്ടെ. ഞാൻ കൊടുക്കുന്നില്ല. ചേട്ടായി ഉത്തരവാദി എൻ്റെ അച്ഛനെ കൊന്നു. ഇവൻ പോയ പിന്നെ അളിയന് ആ പുള്ളിക്ക് പൈസ പറഞ്ഞാൽ ആ പുള്ളിക്ക് പൈസ കൊടുക്കാൻ ഞാൻ അവരെ ഗൂഗിൾ പേ എന്തെങ്കിലും ചെയ്യാം. എന്നാലും എന്നതാ ഗൂഗിൾ പേ. ഇനിയിപ്പോ അത് എങ്ങനെ പറഞ്ഞു പൈസ പറഞ്ഞു നിനക്കറിയാലോ ഭാഷ പറഞ്ഞു. കൊഞ്ഞനം കുത്തി കളിക്കാത്ത കാര്യം എൻ്റെ അച്ഛൻ ബൈക്കന്നെ അമ്മ എന്തേ തീരുമാനം എടുക്കും. അമ്മ തീരുമാനം എടുത്താൽ മതി. പൈസ ഉള്ളത് എന്താന്ന് വെച്ചാൽ അമ്മ തീരുമാനം. ഞങ്ങൾക്ക് ആർക്കും പൈസ കൊടുക്കാൻ പുള്ളിന് പൈസ കൊടുക്കാൻ പറ്റില്ല. ഒന്ന് നിർത്ത്. ഇതെന്റെ ഭർത്താവിന്റെ ചടങ്ങല്ലേ? ഈ കർമ്മത്തിന്റെ പൈസ ഞാൻ നോക്കിക്കോളാം. അതെ. നിങ്ങൾ എനിക്ക് ചടങ്ങൊന്ന് ചെയ്താ അത്രേ ഉള്ളൂ. ഈ സാധനം ഞാൻ ചെയ്തോളാം. അമ്മായി പൈസ കൊടുക്കുമ്പോൾ ഞാൻ ചെയ്തോളാം. അല്ല അത് വേണ്ട. എന്റെ അച്ഛനാണെങ്കിൽ എന്റെ അമ്മ പറയുന്നത് കേട്ടാ മതി. ഞാൻ ചെയ്തോളാം. എന്റെ അമ്മ അല്ലല്ല ഞാൻ കിട്ടേ അല്ലല്ലേ ഇത്രയും കർമ്മങ്ങളും കാര്യങ്ങളും ചടങ്ങ് ഞാനല്ലേ ചെയ്ത്. അപ്പൊ ഞാൻ ചെയ്തോളാം. വേണ്ട. എന്റെ അച്ഛന്റെ ചിതാഭസ്മം എനിക്കറിയാം. ആ പുഴയെ കൊണ്ടുപോയിട്ട് ഞാൻ ഒതുക്കാൻ വന്നതാണ്. കെടലിനായിട്ട് ഞാൻ ഓടിക്കാനത്. അവസാന നിമിഷത്തില് എങ്ങനെ ഒഴുക്കും ചേട്ടാ ഇത്? നമുക്ക് ഞാനൊരു കാര്യം പറട്ടെ, ഓസുണ്ടോ അമ്മായി? ഓസുണ്ടെങ്കിൽ വെള്ളം ശക്തിക്ക് കുറഞ്ഞു ഞാൻ ഇവിടുന്ന് ചീറ്റിച്ച് ഞാൻ പുഴയിലേക്കും കൂടാം. ചേട്ടാ ഇങ്ങനൊന്നും കാണുന്നു കഴിഞ്ഞാൽ ആത്മാവിന് മൂസം കിട്ടുന്നില്ല, അറിയാമോ? നിന്റെ മോശം